ഡാ വിനീതേ, എന്താ നിന്റെ ഉദ്ദേശം? കുഴിഞ്ഞ ശബ്ദത്തിൽ രാജീവ് അവനോട് ചോദിച്ചു. എന്തുദ്ദേശം? അവളെ കെട്ടാൻ തന്നെ. നീ എന്ത് കണ്ടിട്ടാ ആ അനാഥ പെണ്ണിനെ കെട്ടാൻ പോകുന്നത്? അതും സമൂഹ വിവാഹം? രാജീവ് പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. വിനീത് ഒരു വഷളൻ ചിരിയോടെ അവൻ്റെ ഫോൺ എടുത്തു. അതിൽ ഗ്യാലറിയിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു. അതിലേക്ക് നോക്കി വിരൽ ഓടിച്ചുകൊണ്ട് അവൻ്റെ കീഴ്ചുണ്ട് കടിച്ചു. നീ ഇത് നോക്കൂ, എന്നിട്ട് പറ, ഞാൻ എന്തിനായിരിക്കും ഇവളെ കെട്ടുന്നതെന്ന്. രാജീവ് ആവശ്യത്തോടെ ആ ഫോൺ തട്ടിപ്പറിച്ചു. ആ ഫോട്ടോ കണ്ടു അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഡാ, ഇതെന്തൊരു പെണ്ണാണ് സമ്മതിച്ചിരിക്കുന്നോളിയാ. ആരെയും മയക്കുന്ന പെണ്ണ് തന്നെ. അവൻ ആ ഫോട്ടോയിലോട്ട് നോക്കി അവൻ്റെ താടി ഒന്നൊഴിഞ്ഞു. അവളുടെ ഉടലിലൂടെ അവൻ്റെ കഴുകൻ കണ്ണുകൾ ഓടി നടന്നു. ഇനിയും ഉണ്ടോടാ അവിടെ ഇതുപോലത്തെ അനാഥകൾ? ഞാനും ഫ്രീ ആടാ, രാജീവ് വിനീതിനോട് അവൻ്റെ കീഴ്ചുണ്ട് നാക്കുകൊണ്ട് നനച്ചു പറഞ്ഞു. നിനക്കെന്തിനാടാ വേറെ? എനിക്കെന്തുണ്ടെങ്കിലും അത് നിനക്ക് കൂടല്ലേ? അത് പിന്നെ എനിക്കറിയില്ല അളിയ. അവർ പരസ്പരം പൊട്ടിച്ചിരിച്ചു. മിച്ചമിരുന്ന കുപ്പിയിലെ മദ്യം ഗ്ലാസ്സിലേക്കൊഴിച്ചു. അത് കുടിച്ചുകൊണ്ട് വിനീത് സോഫയിലേക്ക് ചാരി. അപ്പോഴും രാജീവിൻ്റെ കണ്ണുകൾ ദക്ഷയുടെ ശരീരത്തെ കാർന്നു തിന്നുകയായിരുന്നു. 50 പെൺകുട്ടികൾ കസവസാരിയും കടും പച്ച ബ്ലൗസും ഇട്ട് നടന്നു വന്നു. കഴുത്തിൽ ഒരു മാല, കാതിൽ ജിമിക്കി കമ്മൽ, കൈകളിൽ 2 വളകൾ, മുടിയിൽ മുല്ലപ്പൂ. ഇത്രയുമാണ് അലങ്കാരം. 50 അനാഥ പെൺകുട്ടികളുടെ സമൂഹ വിവാഹമാണ് നടക്കുന്നത്. രാവിലെ 11-ന് ഉള്ള മുഹൂർത്തത്തിലാണ് 50 പെൺകുട്ടികൾക്കും സ്വപ്ന സാഫല്യം. ഒരു വിവാഹ ജീവിതത്തെക്കാൾ സ്വന്തമെന്ന് പറയാൻ ഒരാളെ കിട്ടിയ തിളക്കമായിരുന്നു എല്ലാ പെൺകുട്ടികളിലും. ഇന്നേ വരെ അനാഥ എന്ന ലേവലിൽ ജീവിച്ച തങ്ങൾക്ക് ആ പേരിൽ നിന്നൊരു മോചനം. എവിടെ ചെന്നാലും നിഴല് പോലെ പിന്തുടർന്ന സമൂഹത്തിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഉള്ള രക്ഷപ്പെടൽ. പൂഞ്ചിറ ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് താലവ് ഏന്തി ഓരോരുത്തരായി വന്നു നിന്നു. ഒരു കുടുംബം സ്പോൺസർ ചെയ്യുന്ന പുണ്യകർമ്മമാണിത്. ഇതിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് അജ്ഞാതനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയാണ്. ഓരോ വധുവിനും 6 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ. എല്ലാ വരന്മാർക്കും തൊഴിൽ കണ്ടെത്താനുള്ള സഹായമായി 50,000 രൂപ വീതം. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, മികച്ച സമൂഹ സദ്യ, ഗാനമേള എന്നിങ്ങനെ കേമമായി തന്നെയാണ് വിവാഹം. എല്ലാവരുടെയും കണ്ണുകൾ അവസാനമായി താലവേന്തി വരുന്ന അതിസുന്ദരിയായ പെൺകുട്ടിയിൽ തങ്ങി നിന്നു. നിറം താമരപ്പൂവിൻ്റെ തന്നെ, മുട്ടോളം നീണ്ട പരന്ന മുടി. മുഖത്തിൻ്റെ 1/3 ഭാഗം കവർന്നെടുത്ത കണ്ണുകൾ, വിടർന്ന കണ്ണുകളെ ബന്ധിപ്പിക്കാൻ ഇടതൂർന്ന കൺപീലികൾ. വെണ്ണ തോൽക്കും ഉടലിൽ ആ സാരി ഒരു അലങ്കാരമായി. നെറ്റിയിൽ ചന്ദനക്കുറി, പാതി വിടർന്ന അതരത്തിൽ തുളുമ്പുന്ന തേൻകണം. താലത്തിൽ നിന്നും ഉയർന്നു വരുന്ന തീജ്വാലയിൽ അവളുടെ മുഖം ഒന്നുകൂടി ജ്വലിച്ചു. മോളെ ദക്ഷേ, ഇങ്ങനെയൊന്ന് വേണോ നിനക്ക്? ഒരു 60 വയസ്സ് പ്രായം വരുന്ന ഐശ്വര്യം തുളുമ്പുന്ന സ്ത്രീ അവളുടെ അടുത്ത് ചെന്നു നിന്ന് ചോദിച്ചു. വേണം ടീച്ചറമ്മേ. ഇന്നിവിടെ ഈ ദാക്ഷായണിയുടെ വിവാഹം നടന്നില്ല എങ്കിൽ എനിക്കിനി ഒരു കല്യാണം ഉണ്ടാവില്ല. ഒരു ചെറിയ പുഞ്ചിരിയിൽ അവൾ മറുപടി പറഞ്ഞു. വധൂവരന്മാർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നു. എന്നാൽ 50-ാമത്തെ വരൻ്റെ സ്ഥാനം ശൂന്യമായിരുന്നു. സംഘാടകരെല്ലാം പല വഴികളിൽ ഓടി. വിനീതിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓഫീസിൽ വിളിച്ചപ്പോൾ 2 ദിവസമായി ലീവിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. പലരും അവളെ നോക്കി അടക്കം പറഞ്ഞു. ചിലരുടെ കണ്ണിൽ പുച്ഛമായിരുന്നു, എങ്കിൽ ചിലരിൽ സഹതാപമായിരുന്നു തെളിഞ്ഞു നിന്നത്. മുഹൂർത്തം ആകാറായി. പൂജാരി ഓർമ്മപ്പെടുത്തി. ദക്ഷ ശ്രീകോവിലേക്ക് നോക്കി കൈകൂപ്പി. ഇതാണോ ദേവി നിന്റെ ആഗ്രഹം? എങ്കിൽ ഞാനായി തിരുത്തുന്നില്ല. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയാണല്ലോ സ്നേഹിക്കുന്നത്. എനിക്കും ഇപ്പോൾ ഇത് ശീലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിര് കവിഞ്ഞ് ആഗ്രഹിച്ചതുമില്ല. ആരോ വന്ന കയ്യിൽ പിടിച്ചപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത്. മോളെ, ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പലവട്ടം മനസ്സിൽ തോന്നിയിട്ടും ചില കാരണങ്ങളാൽ ഒഴിവാക്കേണ്ടി വന്ന ഒരാഗ്രഹമാണ്. എൻ്റെ കണ്ണനെ മോൾ വിവാഹം ചെയ്യണം. എതിര് പറയരുത്. എനിക്ക് വേണം നിന്നെ മകളായി. അരുത് ടീച്ചറമ്മേ. എന്നെപ്പോലൊരു ഭാഗ്യം കെട്ടവളല്ല ടീച്ചറമ്മയ്ക്ക് മരുമകളായി വരേണ്ടത്. നിന്നെപ്പോലെ തങ്കക്കുടം പോലുള്ള പെണ്ണിനെ വിട്ടു വേറെ ആരെയും എനിക്ക് വേണ്ട. പക്ഷേ ടീച്ചറമ്മേ, നീ പേടിക്കണ്ട. കണ്ണൻ സമ്മതിക്കുമോ എന്നുള്ള ഭയമാണെങ്കിൽ അത് വേണ്ട. ഞാൻ ചൂണ്ടിക്കാട്ടുന്ന പെണ്ണിനെ മാത്രമേ അവൻ വിവാഹം ചെയ്യൂ എന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വിദേശത്ത് പഠിച്ചു വളർന്നു വന്ന അവൻ്റെ ചില രീതികളും കൂട്ടുകെട്ടലുകളും ലൈഫ് സ്റ്റൈലും നിനക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മോൾക്കവനെ മാറ്റാൻ പറ്റും. ഇത്രയും പറഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു അവ ഫോൺ എടുത്തു. കണ്ണൻ എന്ന നമ്പറിൽ വിളിച്ചു. എന്താ അമ്മ? കണ്ണാ, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്തായി സുഭദ്ര ടീച്ചറെ? മുഹൂർത്തമാകുമ്പോൾ അവനെത്തും. പുറപ്പെട്ടിട്ടുണ്ട്. ഫോൺ വെച്ച് സന്തോഷത്തോടെ വന്ന സുഭദ്രയോട് ഒരു സ്ത്രീ വന്ന് ചോദിച്ചു.
ഓ, ആശ്വാസമായി, അവർ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പിന്നീടുള്ള ചടങ്ങുകളും മറ്റും മുറ പോലെ നടന്നു. താലി കെട്ടുന്ന സമയമായപ്പോൾ ക്രീം കളർ മുണ്ടും ഷർട്ടും ധരിച്ചു ഒത്ത പൊക്കവും വണ്ണമുള്ള ഒരു ചെറുപ്പക്കാരൻ സുഭദ്രയുടെ അടുത്ത് വന്ന് നിന്നു. ചെറിയ താടിയുമൊക്കെയായി ഒരു ചുള്ളൻ. അവൻ്റെ കണ്ണുകൾക്ക് അസാമാന്യ തിളക്കമുണ്ടായിരുന്നു. താടിയിലുള്ള ചുഴി അവൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടി. ആരെയും കൂസാത്ത അലസ സ്വഭാവം. അടുത്തു നിൽക്കുന്ന ദക്ഷയെപ്പോലും ഒന്ന് മുഖം ഉയർത്തി നോക്കിയില്ല അവൻ. മുഹൂർത്തമായെന്ന് പൂജാരി പറഞ്ഞപ്പോൾ അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവൻ്റെ ചൂട് ശ്വാസം അവളുടെ കഴുത്തിൽ പതിച്ചപ്പോൾ ശരീരം ഒന്ന് വിറകൊണ്ടു. താലി കെട്ടിക്കഴിഞ്ഞും തല കുനിച്ചു നിൽക്കുന്ന അവളെ അവനൊന്ന് നോക്കി. അവൾക്ക് ചെമ്പകത്തിൻ്റെ സുഗന്ധമാണെന്ന് തോന്നി അവന്. സിന്ദൂരം ചാർത്തിക്കഴിഞ്ഞ് കണ്ണ് തുറന്ന അവളുടെ കണ്ണുമായി അവൻ്റെ കണ്ണുകൾ കോർത്തു. ഇതെല്ലാം കണ്ടു രണ്ട് കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് കണ്ണൻ സംഘാടകരോട് അനുവാദം വാങ്ങി. സുഭദ്രയോടും കാര്യം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. തന്നെ തിരിഞ്ഞു നോക്കാതെ ഒരു വാക്കുപോലും പറയാതെ പോകുന്ന അവനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. ഒരു നോട്ടമില്ല. തനിക്ക് അർഹതയില്ലാഞ്ഞിട്ടാകുമോ? അവൻ കെട്ടിയ താലിയിൽ പിടിച്ചു അവൾ നിന്നു. ചുറ്റിലും സന്തോഷം മാത്രം. എല്ലാവരിലും ഉറ്റവർ ഉണ്ടായതിൽ ഉള്ള സംതൃപ്തി അലതല്ലുന്നു. താൻ എന്താ ചെയ്യേണ്ടത്? അവൾ ഓർത്തു. തനിക്കും ഇവരിൽ ഒരാളാകാൻ പറ്റുമോ? പക്ഷേ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിക്കാത്ത ഒരാളുടെ ഭാര്യയായി എങ്ങനെ? ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയെന്ന് തോന്നി അവൾക്ക്. മോളെ, അവന് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. വാ, സദ്യ കഴിക്കാം. അവൾ ഒരു തണുത്ത പുഞ്ചിരി മറുപടിയായി കൊടുത്ത് സുഭദ്രയുടെ കൂടെ നടന്നു. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവൾ വിഭവസമൃദ്ധമായ അവളുടെ കല്യാണ സദ്യ ഒറ്റയ്ക്ക് കഴിച്ചു. ഒരു പരാതിയും പറയാതെ. തനിക്കുള്ള അവഗണനകളുടെ തുടക്കമാണ് ഇതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ചടങ്ങുകളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു. അവൾ ടീച്ചറമ്മയുടെ കയ്യും പിടിച്ച് കാറിൽ വന്നിറങ്ങി. വിശാലമായി പരന്നു കിടക്കുന്ന സ്ഥലത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന അമ്പാട്ട് തറവാട്. അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു കൊച്ചുകുട്ടികളുടെ കൗതുകത്തോടെ അവൾ ചുറ്റിനും നോക്കി. ഒരു ഭാഗത്ത് ചെറുവനം പോലെ ഉയർന്നു നിൽക്കുന്ന കാവ്. കാവിന് നടുവിൽ അധികം മോടിയൊന്നുമില്ലാത്ത ക്ഷേത്രം. വലിയ മരങ്ങളും ഔഷധച്ചെടികളും വള്ളിപ്പടർപ്പുകളാലും ഇടതൂർന്നു വളരുന്ന കാവിനകത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന ഉച്ചനേരത്തും കുളിർമ. മാവും പ്ലാവും ചെമ്പകവും ആഞ്ഞിലിയും എന്നുവേണ്ട എല്ലാ വൃക്ഷങ്ങളും ഉണ്ടവിടെ. കാവിനു പുറത്ത് സമീപത്തെ മനുഷ്യനിർമ്മിതമല്ലാത്ത കുളത്തിൽ വേനൽക്കാലത്ത് നിറയെ വെള്ളം. അതിൽ നൂറുകണക്കിന് മീനുകൾ ഭയമില്ലാതെ നീന്തി തുടിക്കുന്നു. പരിസരമാകെ വിവിധ പക്ഷികൾ പാറിപ്പറക്കുന്ന കാഴ്ച. അവയുടെ ഈണത്തിലുള്ള ശബ്ദം അവിടെ സംഗീതം പോലെ ഒഴുകി നടന്നു. സുഗന്ധപൂരിതമായി ഔഷധച്ചെടികൾ. എല്ലാം കൊണ്ടും ഒരത്ഭുത ലോകത്ത് എത്തിപ്പെട്ട പോലെ അവൾ നിന്നു. മോളെ, വലതുകാലി വെച്ച് കയറി വാ. സുഭദ്ര കത്തിച്ചു വെച്ച നിലവിളക്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളെയും കൂട്ടി ഉള്ളിലേക്ക് കയറി. പൂജാമുറിയിൽ കൊണ്ടുവച്ചു. പ്രാർത്ഥിച്ചു. അവളെ ആ വീട് മുഴുവൻ കാണിച്ചു. അവസാനമായി അവരുടെ റൂം. വിശാലമായ ഒരു മുറി. ഭിത്തിയിൽ മുഴുവൻ അവൻ്റെ ഫോട്ടോസാണ്. ഒരു സൈഡിലായി ഫാമിലി കോട്ട് കട്ടിൽ. ആ റൂമിൽ നിന്നും മുഴുവൻ 3 വാതിലുകൾ. ഒന്ന് ബാത്റൂമിലേക്ക്, പിന്നെ ഒന്ന് ഓഫീസ് റൂം, മറ്റൊന്ന് ബാൽക്കണി. പഴയ രീതിയിലുള്ള മുറി ഒന്ന് പുതിയ രീതിയിൽ മോടി കൂട്ടിയിട്ടുണ്ട്. സുഭദ്ര അവൾക്കായി കറുത്ത കരയുള്ള സെറ്റും മുണ്ടും അതിനൊത്ത കറുത്ത ബ്ലൗസും കൊണ്ടു കൊടുത്തു. മോളൊന്ന് ഫ്രഷായി വാ, ഞാൻ വിളക്ക് വയ്ക്കാൻ ഒരുക്കട്ടെ. നേരെ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അവൾ വേഗം കുളിച്ചു വന്നു. വിളക്ക് വെച്ച് രാത്രിയിലേക്കുള്ള ആഹാരവും അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കി. അവൾ അവരുടെ റൂമിൽ വന്ന് നിന്നു. ചുമരിലുള്ള ഫോട്ടോസ് ഓരോന്നായി നോക്കാൻ തുടങ്ങി. എല്ലാം വിദേശത്ത് വെച്ചെടുത്ത ഫോട്ടോസാണ്. ചിലതിൽ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോഴാണ് ഒരു ഫോട്ടോ ഫ്രെയിം കുറച്ച് നിരതെറ്റി താഴേക്ക് ചെരിഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൾ അത് നേരെ വെക്കാനായി ശ്രമിച്ചു. അപ്പോഴാണ് കണ്ണൻ ഉള്ളിലേക്ക് കയറി വന്നത്. അവൻ അവളെ ഒന്ന് കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. സെറ്റും മുണ്ടും ഉടുത്തു തലയിൽ തുളസിക്കതിരും ചൂടി നിൽക്കുന്നു. പെട്ടെന്ന് പിൻകഴുത്തിൽ ഒരു ചൂട് നിശ്വാസം വീണതും അവളൊന്ന് പുളഞ്ഞു. അടർന്നു മാറാൻ ശ്രമിച്ചപ്പോൾ നീട്ടിയ കൈയുടെ മുകളിൽ അവൻ്റെ കൈകൾ സ്ഥാനം പിടിച്ചിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ അവൾ മരവിച്ചു നിന്നു. അവൻ ആ ഫോട്ടോ നേരെ വെച്ച് അവളോടൊരു വാക്കുപോലും പറയാതെ കബോർഡ് തുറന്ന് ഡ്രസ്സ് എടുത്തു വാഷ്റൂമിലേക്ക് കയറി. ദക്ഷ ഒതുങ്ങി ഒരു മൂലയിലായി നിന്നു. താൻ എന്ന വ്യക്തി അവിടെ നിൽക്കുന്നു എന്ന ഭാവം പോലും കാണിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ റൂമിൽ നിന്ന് ഇറങ്ങി സുഭദ്രയുടെ റൂമിലേക്ക് ചെന്നു. ടീച്ചറമ്മേ. ആ, വാ മോളെ. പിന്നെ ഇനി മുതൽ അമ്മയെന്ന് വിളിച്ചാൽ മതി എൻ്റെ മോള്. അവർ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു.
പിന്നെ ഒരു സിന്ദൂരച്ചപ്പ് എടുത്തു കൊടുത്തു, ഒരു പുതിയ സാരിയും. ഇത് റൂമിൽ കൊണ്ട് വെച്ചോളൂ. പിന്നെ മോൾക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളും എല്ലാം വാങ്ങാൻ നാളെ പോകാം നമുക്ക്. ഇതെല്ലാം കണ്ട് ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എന്തിനാ എൻ്റെ കുട്ടി കരയണേ? മോൾക്ക് ഇവിടെ ഇഷ്ടമായില്ലേ? അതോ കണ്ണൻ എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ മോളോട്? അവർ പരിഭ്രമത്തോടെ തിരക്കി. അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. സന്തോഷം കൊണ്ടാമ്മേ, എൻ്റെ അച്ഛനും അമ്മയും പോയതിൽ പിന്നെ ആദ്യമായിട്ടാവും സ്നേഹത്തോടെ ഇങ്ങനെ. എല്ലാവരുടെയും കണ്ണിൽ സഹതാവ് മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ പുച്ഛം. ഇന്ന് എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ. അവർ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു, നെറുകയിൽ ചുംബിച്ചു. എനിക്കെൻ്റെ കണ്ണനെ പോലെ തന്നെയാണ് നീയും. ആദ്യം കണ്ടപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു നിന്നെ എൻ്റെ മകളായി, എൻ്റെ കണ്ണൻ്റെ പെണ്ണായി കൊണ്ടുവരണമെന്ന്. പക്ഷേ അവർ ഒന്ന് പറഞ്ഞു നിർത്തി. ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. വിദേശത്ത് പോയിട്ട് വന്നതിൽ പിന്നെ അവൻ ആളാകെ മാറിപ്പോയി. എൻ്റെ കുട്ടിയുടെ കണ്ണിൽ ഇപ്പോൾ ലാഭവും നഷ്ടവും ബിസിനസ്സും മാത്രമേ ഉള്ളൂ. പഴയ കളിയും ചിരിയും കുസൃതിയും ഒന്നുമില്ല. എന്തു പറഞ്ഞാലും എപ്പോഴും ദേഷ്യവും വാശിയും കലിയുമൊക്കെ തന്നെ. ജയം മാത്രമാണ് ഇപ്പോൾ അവൻ്റെ ലോകം. എങ്ങനെയും ജയിക്കാനുള്ള തന്ത്രപ്പാടില്ല. ഇങ്ങനെയുള്ള അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ പൂ പോലുള്ള നിന്നെ ഞാൻ കൊണ്ടുവരിക? അതാ. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം ഇതാകും. മോൾ അവനെ മനസ്സിലാക്കണം. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞ്. അവനോട് ദേഷ്യം തോന്നരുത്. അവൻ്റെ അച്ഛൻ കാരണം ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചതാ. ദക്ഷ സുഭദ്രയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അമ്മ വിഷമിക്കണ്ട, ഞാനുണ്ടാവും എന്നും. സുഭദ്ര സന്തോഷത്തോടെ അവളെ പുണർന്നു. പിന്നെ എൻ്റെ മോനായതുകൊണ്ട് പറയുവല്ല, നീ ഈ പൂച്ചക്കുട്ടിയെപ്പോലെ ഇരുന്നാൽ നിന്നെ അവൻ പന്ത് തട്ടുന്നത് പോലെ തട്ടും. അത്ര പെട്ടെന്നൊന്നും അവൻ പിടിതരില്ല. അതുകൊണ്ട് ഇത്തിരി പാവത്തരം ഒക്കെ മാറ്റി കുറുമ്പിയായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അവൾ അതിന് മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവർ മൂന്നുപേരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത്. സുഭദ്ര ചോദിച്ച ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്ന കണ്ണനെ അവൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇളം കാപ്പിക്കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമാണെന്ന് തോന്നി അവൾക്ക്. ചിരിക്കുമ്പോൾ ഒരു സൈഡിൽ വിരിയുന്ന നുണക്കുഴി അവൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ താടിക്ക് ഇടയിൽ നിന്നും കണ്ടുപിടിച്ചു. നെറ്റിയിൽ വീണുകിടക്കുന്ന നീണ്ട മുടി ഇഴകളും അതിന് മാറ്റുകൂട്ടാൻ എന്നെ പോലല്ല അവൻ്റെ നിരയൊത്ത പുരിയക്കൊടിയും. അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് അവളിലേക്ക് നീളുന്നുവെന്ന് തോന്നിയതും അവൾ ജാള്യതയോടെ കണ്ണുകൾ പിൻവലിച്ചു ആഹാരത്തിൽ ശ്രദ്ധ തിരിച്ചു. പിന്നീട് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ അവൾ സുഭദ്രയെ സഹായിച്ചു. എല്ലാം ഒതുക്കി വെച്ച് വന്നപ്പോൾ സുഭദ്ര ഒരു ഗ്ലാസ് പാലെടുത്ത് കയ്യിൽ കൊടുത്തു. അപ്പോൾ മാത്രമാണ് ദക്ഷയ്ക്ക് ഇന്നത്തെ ദിവസം എന്താണെന്നുള്ള ബോധം വന്നത്. അവൾ ആ പാൽ ഗ്ലാസ് വിറയ്ക്കുന്ന കൈകളോടെ വാങ്ങി. അവളുടെ വിറയിൽ കണ്ടിട്ട് സുഭദ്രയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അതെ, നീ ഇങ്ങനെ ഇപ്പോഴേ വിറയ്ക്കാൻ തുടങ്ങിയാൽ മുറിയിൽ എത്തുമ്പോഴേക്കും പാൽ ഗ്ലാസ് കാലിയാകും കേട്ടോ. പാവം, എൻ്റെ കുഞ്ഞിന് ഒരു തുള്ളി പോലും ബാക്കിയുണ്ടാകില്ല. ദക്ഷ ഒരു കുറുമ്പോടെ സുഭദ്രയെ നോക്കി. അവർ അവളോട് കണ്ണുകൾ കൊണ്ട് പോകാനായി ആംഗ്യം കാട്ടി റൂമിലേക്ക് പോയി. ദക്ഷ വിറയ്ക്കുന്ന കാലുകളുടെ മുകളിലേക്ക് നടന്നു. തനിക്കെന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നെഞ്ചിടിപ്പ് ഏറുന്നു. കാലിലെ വിറയിൽ ശരീരം മുഴുവൻ പടരുന്നത് പോലെ. അവൾ ഒരുവിധം റൂമിലെത്തി. വാതിലിലൊന്ന് നിന്നു. പിന്നെ പതിയെ ആ ഡോർ തുറന്നു. കട്ടിലിൽ ലാപ്പിൽ നോക്കിയിരിക്കുന്ന കണ്ണനെ കണ്ടു. അവൾ അവിടെ തന്നെ നിന്നു. ശബ്ദം കേട്ട് അവൾ ലാപ്പിൽ നിന്നും കണ്ണൊന്ന് മാറ്റി അവളെ നോക്കി. എന്നിട്ട് ലാപ്പ് മാറ്റിവെച്ച് സൈഡിലായി കിടന്ന സ്റ്റൂളെടുത്ത് അവന് നേരെയായി ഇട്ടു. താൻ എന്താടോ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? കയറി വാ. എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് തള്ളിക്കയറി വന്നു കഴിഞ്ഞു. ഇനി ഇതായിട്ട് കുറയ്ക്കണ്ട. ഇങ്ങു വാ, ഇവിടെ ഇരിക്ക്, നമുക്കൊന്ന് പരിചയപ്പെടാം. അവൻ്റെ സംസാരത്തിൽ എവിടെയൊക്കെയോ ഒരു പരിഹാസം പോലെ അവൾക്ക് തോന്നി. എങ്കിലും അത് സാരമാക്കണ്ട. വിറയ്ക്കുന്ന കാലടികളോടെ അവൻ നീട്ടിയിട്ട സ്റ്റൂളിലായി ഇരുന്നു. അവന് നേരെ പാൽ ഗ്ലാസ് നീട്ടി. ഓ താങ്ക്സ്. അവൻ അത് വാങ്ങി ഒറ്റ വലിക്ക് മുഴുവൻ കുടിച്ചു. അപ്പോൾ എങ്ങനെ? ഒന്ന് പരിചയപ്പെടണ്ടേ നമുക്ക്? എൻ്റെ പേര് അഗ്നിദേവ്. മൈസ്റ്റ് എൻ്റർപ്രൈസസിൻ്റെ MD ആണ്. ഇനി തൻ്റെ പേര് പറ. ദക്ഷ. ബാക്കിയില്ലേ? ഓ സോറി, ഞാനത് ഓർത്തില്ല. ഓപ്പനാണല്ലോ, മൈ മിസ്റ്റേക്ക്. അവനൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. സോ ദക്ഷ, എനിക്ക് ഈ ചീപ്പ് സെൻറ്റിമെൻറ്റ്സിനോടൊന്നും ഒരു താല്പര്യവുമില്ല. എനിക്കെല്ലാം എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, അമ്മ പറയുന്ന പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. അത് ഞാൻ ഇന്നുവരെ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ആലോചിക്കേണ്ടിയും വന്നില്ല. അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തന്നെ പ്രണയിക്കുമെന്നോ അല്ലെങ്കിൽ സ്നേഹിക്കുമെന്നോ ഉള്ള ചിന്ത ഒന്നും വേണ്ട.
ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് സോ കാൾഡ് എമോഷൻസ്. പിന്നെ ഒരു വാക്ക്, ഈ അഗ്നി തരാം. ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുള്ള കാലത്തോളം വേറൊരു പെണ്ണും ഈ അഗ്നിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. തിരിച്ചു എനിക്കത് നിർബന്ധമാണ്. പ്രണയം വിശുദ്ധമാണ്, പവിത്രമാണ്, മാങ്ങാത്തൊലിയാണ് എന്നൊക്കെയാണ് സാഹിത്യകാരന്മാരൊക്കെ പാടിയും പറഞ്ഞും വെച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ വക വികാരങ്ങളുടെ പുച്ഛം മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെയാണ് തന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക? അതൊന്നും നിലനിൽക്കില്ല. എല്ലാം കഥകളിലും കവിതകളിലും എഴുതാനും വായിക്കാനും കൊള്ളാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ അമ്മയുടെ ജീവിതം. ദക്ഷ എല്ലാം കേട്ട് തറഞ്ഞിരുന്നു. ഒരു നീർക്കുമുളയുടെ ആയുസേ ഉള്ളൂ പ്രണയത്തിന്. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ജീവിതം കളയാനോ കാത്തിരിക്കാനോ പറ്റില്ല. എന്ത് ചെയ്താലും അതിൽ അവരവരുടെ നേട്ടം മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനെ ആർക്കും കുറ്റപ്പെടുത്താനേ ആകില്ല. ഇപ്പോൾ തന്നെ ഒരു അനാഥയായ നിനക്ക് ഒരു മേൽവിലാസം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാ എന്താ എന്ന് പോലും അറിയാതെ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ മുൻപിൽ നീ കഴുത്ത് നീട്ടി തന്നു. അത് നിന്റെ സ്വാർത്ഥത. ഞാനും അതേ സ്വാർത്ഥത തന്നെയാണ് ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഇവിടെ നമ്മൾ രണ്ടുപേരും കുറ്റക്കാരല്ല. എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മ അല്ലാതെ അതിലാരും അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കും ഞാനൊരു റെസ്ട്രിക്ഷൻസും തരില്ല. തൻ്റെ ഇഷ്ടത്തിന് എന്തു വേണമെങ്കിലും ചെയ്യാം. എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത്. ദക്ഷയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ അവനെ നോക്കി. ഉള്ളിൽ നുരിഞ്ഞു പൊന്തുന്ന സങ്കടക്കടലിനെ കണ്ണുകളിൽ കൂടി പ്രവേശിക്കാൻ വിടാതെ അവൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് മെല്ലെ തലയാട്ടി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നമ്മൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അവൾ ഞെട്ടി അവനെ നോക്കി. എനിക്ക് താല്പര്യമുണ്ട്. വി ആർ മാരീഡ് റൈറ്റ്? സോ അത് തെറ്റല്ല. അതിലൊരിക്കലും എൻ്റെ പ്രണയമോ അനുരാഗമോ ഉണ്ടാവില്ല. അത് പ്രതീക്ഷിക്കുകയും അരുത്. എൻ്റെ വികാരങ്ങളെ ശമിപ്പിക്കാൻ മാത്രം. നിന്നോട് എനിക്ക് യാതൊരുവിധ ഫീലിങ്സും ഇല്ല. ഇനി തോന്നുകയുമില്ല. പിന്നെ നോക്കിയിരുന്നിട്ടോ മനസ്സിലാക്കാൻ സമയം എടുക്കുന്നതിനോ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നില്ല. പിന്നെ എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കും ഉണ്ടാകും ഈ വികാരങ്ങൾ. ഇറ്റ്സ് നാച്ചുറൽ. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെ ശമിപ്പിക്കാനായി മാത്രം മതി ഇത്. അതുവഴി എൻ്റെ മനസ്സിലേക്കൊരു പ്രവേശനം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. നിങ്ങളെപ്പോലുള്ളവർ പൂങ്കണ്ണീരും കാട്ടി സെൻറ്റിമെൻ്റൽ അപ്രോച്ച് നടത്താൻ മിടുക്കരാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണല്ലോ എൻ്റെ ഭാര്യയായി നീ മുൻപിൽ നിൽക്കുന്നത്. അത്രയും ഒരു വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. അവൻ കട്ടിലിൽ നിന്നും എണീറ്റു അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ പരിഭ്രമപ്പെട്ട് എണീറ്റു. തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി അവൾക്ക്. അവൻ പറഞ്ഞ വാക്കുകൾ ഒരു മുൾമുനിയുടെ ശക്തിയോടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. രക്തം വാർന്നു കിടക്കുന്ന അവളുടെ ഹൃദയത്തെ വീണ്ടും അവ മുറിപ്പെടുത്തി. അതിൽ വീണ്ടും വീണ്ടും ആഞ്ഞുവെട്ടി അവൻ അവളിലേക്ക് അടുക്കുന്ന പോലെ തോന്നി അവൾക്ക്. അവളുടെ ചുവടുകൾ പുറകിലേക്ക് ചലിച്ചു.